ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാൻ ഈ പറയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു തവണ പോലും ക്ഷേത്ര ദർശനം ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ അടിമുടി മാറും, ദാരിദ്ര്യം മാറും, സമ്പത്ത് വരും, ജീവിതത്തിലെ മേൽക്കുമേലെ എല്ലാ അഭിവൃദ്ധികളും ഉണ്ടായി വരും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചില രഹസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഏതൊരാൾക്കും പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഒരു ചെറിയ വീഡിയോ കാണിക്കാം. ഞാൻ ശിവനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ക്ഷേത്രത്തിൽ പോകാൻ അവസരമുണ്ടായി. ആ ക്ഷേത്രത്തിൽ പോയി ഞാൻ ഭഗവാനെ തൊഴുതു. അതൊരു പ്രാചീനമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഞാൻ പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ശിവനുണ്ട്. അതെനിക്ക് ബോധ്യമായതുകൊണ്ടാണ്. അപ്പം ഞാൻ അത് വന്യമായ, അതായത് 8-ാം നൂറ്റാണ്ടിൽ പല്ലവ കാലത്ത് പണി കഴിപ്പിച്ച ക്ഷേത്രമെന്നാണ് അതറിയപ്പെടുന്നത്. ഗുഹാക്ഷേത്രമാണ്. പാണ്ഡവൻ പാറ, അങ്ങനെ പല ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടു ആ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. കവിയൂര് NSS ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് ആരോടെങ്കിലും ചോദിച്ചാലും അറിയാൻ പറ്റും. പാണ്ഡവൻ പാറ ധാരാളം ആളുകൾ വരുന്നുണ്ട്, ആ ക്ഷേത്രത്തിൽ തൊഴുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശിവനെ ധ്യാനിച്ച് കഴിഞ്ഞ് എനിക്ക് ആ ക്ഷേത്രത്തിൽ പോകാൻ പറ്റി. അവിടെ പോയി ജസ്റ്റ് തൊഴുക, അത്രയേ ഉള്ളൂ. ഒരു പ്രാചീനമായ ഗുഹ, ഒരു 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 അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ കാണിക്കാം. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. പിന്നെ കവിയൂർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചങ്ങനാശ്ശേരിയിൽ നിന്നും വരാം, അല്ലെ തിരുവല്ലയിൽ നിന്ന് വരാം, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ ആവശ്യമുള്ളവർ പോവുക. ഏതായാലും അവിടെ ശിവന്റെ ഒരു ചൈതന്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. എനിക്കത് ബോധ്യമായതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് കാണിക്കാം. അത് കണ്ടിട്ട് നിങ്ങൾ ബാക്കി ആ ക്ഷേത്ര രഹസ്യങ്ങൾ പറഞ്ഞുതരാം.
അപ്പോൾ ക്ഷേത്ര രഹസ്യങ്ങൾ, ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് അവിടുത്തെ ദേവതയുടെ ഒരു അനുഗ്രഹം കിട്ടുന്ന ചില അറിവുകളിലേക്കാണ് വരുന്നത്. അത് മനസ്സിലാക്കി നിങ്ങൾ ഒരു തവണ പോലും പോയാൽ ക്ഷേത്ര ദർശനം നടത്താൻ നിങ്ങളുടെ ദാരിദ്ര്യം മാറും, ആ ദേവതയുടെ അനുഗ്രഹം കിട്ടും. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതായത് നമ്മളുടെ ശരീരത്തിൽ സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ കൈകളെ എനിക്ക് പിടിക്കാനൊക്കെ പറ്റും. ഈ കാണുന്നതാണ് സ്ഥൂല ശരീരം. ഇതിനുള്ളിലുള്ള ഊർജ ശരീരമാണ് സൂക്ഷ്മ ശരീരം. ഈ സ്ഥൂല ശരീരത്തിലെയും സൂക്ഷ്മ ശരീരത്തിലും ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരീയമായ ഒരു ചൈതന്യമുണ്ട്. അതിനെ ഉണർത്തി ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ ആധ്യാത്മിക സാധന കൊണ്ടുള്ള ലക്ഷ്യം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യം എവിടെയാണ് ഉറങ്ങിക്കിടക്കുന്നത്? അത് നട്ടലിന്റെ ഏറ്റവും അടിയിൽ, മലദ്വാരത്തിന് മുകളിലായി, ലിംഗത്തിനും ഇടയിലായി, നട്ടലിന്റെ ഏറ്റവും അടിയിൽ മൂലാധാരം എന്ന് പറഞ്ഞൊരു ചക്രമുണ്ട്. അത് ഊർജ്ജ കേന്ദ്രം അല്ല, വലിയ ചക്രമൊന്നുമില്ല, ഊർജ്ജ കേന്ദ്രം. ആ മൂലാധാരത്തിലാണ് കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞൊരു ശക്തി ഉറങ്ങിക്കിടപ്പുണ്ട്. ആ ശക്തിയെ ഉണർത്തിയാണ് നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരീയമായ ചൈതന്യത്തെ ക്രമേണ വർദ്ധിപ്പിച്ച് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. അപ്പൊ അത് നമുക്കിപ്പം അത് അങ്ങനെ ആ ശക്തിയെ നല്ല രീതിയിൽ ഉണർത്തി ക്രമേണ കൊണ്ടുവന്നാണ് യോഗിമാരും സന്യാസിമാരും മഹർഷിമാരും ഒക്കെ ആ ഈശ്വരനായി തീർന്നത്. നമ്മൾ അതിലേക്കല്ല പോകുന്നത്. സാധാരണ ഒരു വ്യക്തിക്ക് ആ ശക്തിയിൽ, ആ കുണ്ടലിനി ശക്തിയിൽ ചെറിയൊരു ഉണർവുണ്ടാക്കിയാൽ അയാൾക്ക് ജീവിതത്തിലെ ആവശ്യമുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, നല്ല കുടുംബം, ലൗകിക സുഖങ്ങൾ, വീട്, ഭൂമി, ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനും അപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഉയർച്ച ഉണ്ടാക്കാൻ ഈ കുണ്ടലിനി ശക്തി ചെറിയൊരു ഉണർവ് പോലും സാധിക്കും. അതിന് ക്ഷേത്ര ദർശനം നിങ്ങളെ ഉപകരിക്കും. അതെങ്ങനെ ക്ഷേത്ര ദർശനം ഉപകരിക്കുന്നത്? അതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഈ ക്ഷേത്രത്തില് നമ്മൾ ചെല്ലുന്നു. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ദേവത എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്, ഊർജമാണ്. അതാ ബിംബത്തിലേക്ക് ആവാഹിച്ചിരിക്കുന്നതാണ്, ഊർജമാണ്, എനർജിയാണ്. അപ്പൊ ആ ദേവതയെ നമ്മളിലേക്ക് ആ ചൈതന്യം എത്തിക്കണമെങ്കിൽ നമ്മളുടെ ശരീരത്തിലും ഊർജ തലത്തിൽ ആ ദേവതയുടെ ചൈതന്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകണം. നമ്മൾ ഊർജ തലത്തിൽ ആ ദേവതയുടെ ചൈതന്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത്. അതിന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ചെറിയൊരു കാര്യം ചെയ്താൽ മതി. അതായത് നമ്മൾ ക്ഷേത്രത്തിൽ ചൊല്ലുന്നു, ആദ്യം നടയ്ക്ക് നേരെ നിൽക്കുന്നു. അപ്പൊ ഈ ക്ഷേത്രത്തിലെ ആ ചൈതന്യം ഊർജമാണ്. അവിടെ മന്ത്രങ്ങൾ എന്ന് വെച്ചാൽ ആ ദേവതയുടെ ശരീരമാണ്, സൂക്ഷ്മ ശരീരമാണ് മന്ത്രം. മന്ത്രം എന്ന് വെച്ചാൽ ദേവത തന്നെയാണ്. ഇപ്പൊ ഏതൊരു വസ്തുക്കളാണേലും ആ വസ്തുക്കളുടെ ഉള്ളിലെല്ലാം ഊർജമാണ്. ഈ ഊർജത്തെ എല്ലാം സ്വാധീനിക്കുന്നതാണ് സ്പന്ദനം, വൈബ്രേഷൻ. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യം. അപ്പൊ ഒരു വസ്തുവിന്റെ ഉള്ളിലെ ഊർജവും സ്പന്ദനവും തന്നെയാണ് ആ വസ്തുവിന്റെ മന്ത്രം. എന്ന് പറഞ്ഞ പോലെ ദേവതയുടെ ആ അക്ഷരങ്ങള്, ആ മന്ത്രം തന്നെയാണ് ആ ദേവത. ആ ദേവത എന്ന് പറയുന്ന മന്ത്രം തന്നെയാണ്. അപ്പൊ അങ്ങനെ ദിവസവും ക്ഷേത്രത്തിൽ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയാണ്. ഉച്ചരിക്കുമ്പോൾ ധാരാളം ആ ദേവതയുടെ ചൈതന്യം, ആ വൈബ്രേഷൻ, ആ അപാരമായ ശക്തി അവിടെ ഉണ്ടാകുകയാണ്. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് എവിടെ ആ ക്ഷേത്രത്തിൽ ദേവതയുടെ മുന്നിൽ നിൽക്കണം. നമ്മളിപ്പോൾ നമുക്ക് നല്ല കാറ്റ് കൊള്ളണം, എവിടെ പോകുന്നത്? കടൽ തീരത്ത് പോയി നിൽക്കും, അല്ലെ കാറ്റുള്ള സ്ഥലത്ത് പോയി നിൽക്കും. അപ്പോഴാണ് നല്ല കാറ്റ് നമ്മളിലേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞ പോലെ ദേവതയുടെ ചൈതന്യം നമ്മളിലേക്ക് എത്തണമെങ്കിൽ ദേവതയുടെ ശ്രീകോവിലിന് മുമ്പിലായി
അല്പം മാറി നിൽക്കണം, നേരെ നിൽക്കരുത്. കാരണം ദേവത എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്, ഊർജമാണ്. ആ ഊർജം നമ്മളിലേക്ക് വരണമെങ്കിൽ കറക്റ്റ് നേരെ നിൽക്കുന്നത് ഇച്ചിരി മാറി നിൽക്കണം. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഫാൻ ഇട്ട് കഴിയുമ്പോൾ ഫാനിന്റെ കാറ്റ് വരുന്നത് ശ്രദ്ധിക്കുക. അത് അല്പം വൈഡായിട്ടാണ് പോകുന്നത്, ചെരിവായിട്ടാണ് പോകുന്നത്, വൈഡായിട്ടാണ് പോകുന്നത്. അത് മുന്നോട്ട് വരും തോറും വൈഡാകും എന്ന് പറഞ്ഞ പോലെ ദേവതാ ചൈതന്യം ഊർജം നമ്മളിലേക്ക് എത്താൻ നമ്മൾ ആ വിഗ്രഹത്തിന്റെ നേരെ അല്ല ഇച്ചിരി മാറി നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്കറിയാം മൂലാധാര ചക്രം നട്ടലിന്റെ ഏറ്റവും താഴെ. അത് നിങ്ങൾ നെറ്റിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചക്രാസിന്റെ പൊസിഷൻ കിട്ടും. ചക്രാസ് എന്ന് പറഞ്ഞാൽ ഊർജ കേന്ദ്രങ്ങളാണ്, നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങളാണ് ചക്രാസ്. അത് ഊർജ കേന്ദ്രങ്ങളല്ല, അത് ചക്രമൊന്നുമല്ല, ഊർജ കേന്ദ്രം. നട്ടലിന്റെ ഏറ്റവും താഴെ മൂലാധാരമുണ്ട്. ആ മൂലാധാരത്തിന് തൊട്ടു മുകളിലായിട്ടാണ് സ്വാധിഷ്ഠാന ചക്രം. പുക്കിൽ കൊടിക്ക് താഴെ എല്ലാം നട്ടലിൽ തന്നെയാണ് സങ്കല്പിക്കുന്നത്. എന്നിട്ട് പുക്കിൽ കൊടിക്ക് മേലെയാണ് മണിപൂരക ചക്രം. നട്ടലിൽ തന്നെയാണ് എല്ലാം കേട്ടോ സങ്കല്പിക്കുന്നത്. പിന്നെ നെഞ്ചിന്റെ അവിടെ അനാഹതം, തൊണ്ടക്കുഴിക്ക് ഉള്ളിലെ വിശുദ്ധി. പിന്നെ ഈ പുരികമധ്യത്തിലായിട്ട് അകത്തോട്ടൊരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടുന്ന ജംഗ്ഷനെ ആജ്ഞ, ഉച്ചിയിൽ സഹസ്രാരം. ഇങ്ങനെ ആ ഒരു ഘടന പോകുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ഊർജ്ജം ഉറങ്ങിക്കിടക്കുന്ന എവിടെയാണ്? മനുഷ്യനിലെ ചൈതന്യം നമ്മളുടെ കുണ്ടലിനിലാണ്, നട്ടലിന്റെ ഏറ്റവും ഇങ്ങേ അറ്റത്താണ് ഉറങ്ങിക്കിടക്കുന്നത്. അവിടെ ഒരു ചലനം ഉണ്ടാകണം. എന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യമില്ലാത്തതൊന്നും ചെയ്യുകയും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ അവിടെ ഒരു വൈബ്രേഷൻ അല്ലെ അവിടെ ഒരു ചലനം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈശ്വരാനുഭവം ഉണ്ടാകുന്നത്. പറഞ്ഞ മനസ്സിലായി? അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ ദേവതയുടെ മുന്നിൽ നിൽക്കുന്നു, അല്പം മാറി നിൽക്കുന്നു. അപ്പൊ ദേവതയിൽ നിന്നുള്ള ചൈതന്യം നമ്മളിലേക്ക് വരുന്നു. നമ്മളിലേക്ക് വരുമ്പം ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ആ സർവ്വതും ദേവതയിൽ സമർപ്പിച്ചു എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് കൈകൂപ്പി തല അല്പം കുമ്പിട്ട് നിൽക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ദേവതയുടെ ഊർജം നമ്മളിലേക്ക് എങ്ങനെയാ നമ്മളിലേക്ക് വരുന്നതെന്നറിയോ? ഈ നമ്മുടെ ശരീരത്തിലെ ഊർജവും ആ ദേവതയുടെ ഊർജവുമായി ജോയിൻ ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഊർജം ഉണരണം. അതിനുവേണ്ടിയാണ് നമ്മുടെ വിശുദ്ധി ചക്രം ഇവിടെ ഇങ്ങനെ തല കുനിച്ചു കഴിയുമ്പോൾ ഈ മൂലാധാരത്തിൽ നിന്ന് ഊർജപ്രവാഹം മുകളിലേക്ക് ഉണ്ടാകും, ഒരു വലിവ് മുകളിലേക്ക് വരും. അപ്പൊ ഈ മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ശക്തിയുടെ ഒരു പ്രവാഹം മുകളിലേക്ക് ഉണ്ടാകും. നമ്മളെ കൈ കൂപ്പുന്നു ഇങ്ങനെ തല കുനിക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ ഈ ഊർജ ശരീരം ഉണരുമ്പോഴാണ് ദേവതയുടെ ഊർജവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത്. ഊർജവുമായിട്ടാണ് കണക്ട് ആകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ തൊഴുക. ആ ദേവതയുടെ അനുഗ്രഹം ഓൺ ദ സ്പോട്ടിൽ ആ ടൈം തൊട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ദാരിദ്ര്യം മാറും, നിങ്ങളുടെ ദുഃഖങ്ങൾ മാറും, നിങ്ങളുടെ ദുരിതങ്ങൾ മാറും. ഇത്രയും മനസ്സിലാക്കുക. ഇനിയും നമ്മൾ ക്ഷേത്രത്തിലെ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ, ആ ബീജാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഹ്രീം, ക്ലീം, ശ്രീം, ഇതൊക്കെ ബീജാക്ഷരങ്ങളാണ്. ഇത് കേവലം എഴുത്തു മാത്രമല്ല, ലിപികൾ മാത്രമല്ല, ഇത് മന്ത്രങ്ങളാണ്, സ്പന്ദനങ്ങൾ. ഈ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വസ്തുക്കൾക്കുള്ളിലും ഊർജമുണ്ട്. ഈ ഊർജത്തെ സ്വാധീനിക്കുന്നത് വൈബ്രേഷനാണ്, സ്പന്ദനങ്ങളാണ്. അപ്പം ഈ ദിവസവും ഈ ശ്രീകോവിനുള്ളിൽ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. ആ മന്ത്രസ്പന്ദനങ്ങൾ, ആ ഊർജം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. അതാണ് ക്ഷേത്രത്തിൽ മിക്കവാറും പോകുന്ന ചില ആളുകളുണ്ട്. അവരെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അവരെന്ത് പ്രശ്നമാണെങ്കിലും ക്ഷേത്രത്തിൽ പോകും. അവരുടെ മക്കളൊക്കെ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും, യൂറോപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഇവർ അമേരിക്കയിലൊക്കെ പോകും. അല്ലെ ഇവരുടെ വീട്ടിൽ ഈ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് സ്മൂത്തായിട്ട് നടക്കുന്ന കാണാം. അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നാട്ടിലായിരിക്കും, നല്ലൊരു ജോലിയായിരിക്കും. ഇവർക്ക് വരുന്ന മരുമക്കളോ അല്ലെ ഇവിടെ മക്കളും നല്ല സ്വഭാവമുള്ളവരായിരിക്കും, അല്ലെ മരുമക്കൾ നല്ല സ്വഭാവമുള്ളവരായിരിക്കും. എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും ഈ ക്ഷേത്രത്തിൽ പതിവായിട്ട് ആ ദേവതയിൽ മനസ്സ് പൂർണ്ണമായിട്ടും അർപ്പിച്ച് ദേവതയെ ഇങ്ങനെ വണങ്ങി തൊഴുന്ന ആളുകൾക്കുണ്ടാകുന്നത്. ചില ആളുകളെ ശ്രദ്ധിച്ചാൽ മതി, ആ ക്ഷേത്രത്തിൽ വരുന്ന ഈ ക്ഷേത്ര ദർശനം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ എല്ലാ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് മനസ്സിലാക്കി മാത്രം ചെയ്താൽ മതി. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആ ഒരു ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു ശിവന്റെ ഒരു ചൈതന്യം ഉള്ളിടത്ത് ഞാൻ ആ പ്രകൃതിവന്യമായ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ചില രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി. എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. പിന്നെ എല്ലാം പുത്തങ്കാവിലുംപാട് അനുഗ്രഹവും. ഇന്ന് പുത്തങ്കാവിൽ കൊടിയേറ്റായിരുന്നു. അത് അവിടെയും രാവിലെ പോയി തൊഴിരുന്നു. ഇതെല്ലാം അമ്മയുടെ ഒരു അനുഗ്രഹങ്ങളാണ്. അത് അമ്മയുടെ ഉത്സവം മാർച്ച് 22 വരെ ഉണ്ട് കേട്ടോ. ചിലർ എന്നോട് വാട്സപ്പിൽ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് കൊടിയേറി മാർച്ച് 22 വരെ ഉണ്ട്.
അപ്പൊ അത് ചില ചോദിച്ചിരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഇനിയും ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമ്പോൾ ഗന്ധം, ചന്ദനം, അത് പൃഥ്വി തത്വത്തെ സൂചിപ്പിക്കുന്നത്. പൃഥ്വി എന്ന് വെച്ചാൽ ഭൂമി തത്വത്തെ. ചന്ദനം ഉപയോഗിക്കുമല്ലോ, ആ ചന്ദനം നമുക്ക് തരുമല്ലോ തൊടാൻ. ക്ഷേത്രത്തിലെ പ്രധാന ഒരു ഇതല്ലേ ചന്ദനം തൊടാൻ തരുന്നത്. ഈ ചന്ദനം എന്ന് പറഞ്ഞാൽ ആ ദേവന്റെ ആ മുന്നിൽ വെച്ച് പൂജ ചെയ്ത് ആ ദൈവീയ ചൈതന്യമായിട്ട് ലയിച്ചു നിൽക്കുന്ന ആ ചന്ദനം, അത് പൃഥ്വി തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. പൃഥ്വി എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരവും ഈ പ്രപഞ്ചവും എല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ നമ്മുടെ അകത്തും വെളിയിലും എല്ലാം പഞ്ചഭൂതങ്ങളാണ്. പൃഥ്വി എന്ന് വെച്ചാൽ ഭൂമി തത്വം. ഈ ഭൂമി തത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ചന്ദനം. ഇനിയും പുഷ്പം, ദേവന് പുഷ്പങ്ങൾ കൊണ്ടാണ് കൂടുതൽ അർച്ചന ചെയ്യുന്നത്. ഈ പുഷ്പം ആകാശ തത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ധൂപം, അതായത് കർപ്പൂരമൊക്കെ കത്തിച്ച് ധൂപം കാണിക്കും, അത് വായു തത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. പിന്നെ ദേവന് മുന്നിൽ അഗ്നി, വിളക്ക് തെളിയിക്കുന്നു, അതെന്താണ് സൂചിപ്പിക്കുന്നത്? അഗ്നി തത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. പിന്നെ നിവേദ്യം സമർപ്പിക്കുന്ന ജലതത്വത്തെ പ്രതിനിധീകരിക്കുന്നു. അപ്പം ഭൂമി, വായു, ജലം, അഗ്നി, ആകാശം, ഇതിന്റെ എല്ലാം പഞ്ചഭൂതങ്ങളെല്ലാം അവിടെ ആ പൂജയിൽ വരുന്നുണ്ട്. ആ പഞ്ചഭൂതങ്ങളെ ആ പൂജയിൽ ഈ തരത്തിൽ സമർപ്പിക്കുമ്പോൾ, ഈ പഞ്ചഭൂതങ്ങളുടെ അംശമായ ഈ തരത്തിൽ സമർപ്പിക്കുമ്പോൾ, ആ ദേവതയ്ക്ക് പൂജാരി സമർപ്പിക്കുമ്പോൾ, നമ്മൾ ആ ദേവതയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഉള്ളിലെ പഞ്ചഭൂത തത്വങ്ങളും ആ ഒരു ഉണർവുണ്ടാകും. അത് പഞ്ചഭൂത തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്രാസ്, അതായത് മൂലാധാര ചക്രം ഭൂമി തത്വം, സ്വാധിഷ്ഠാനം ജലതത്വം, മണിപൂരകം അഗ്നിതത്വം, അനാഹതം വായു തത്വം, വിശുദ്ധി ആകാശതത്വം. ഈ 5 തത്വങ്ങളിലും ആ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് സംസാരത്തിലൂടെ ആ ചൈതന്യം നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് സൂക്ഷ്മതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഇനി പൂജ ചെയ്യുമ്പോൾ തിരുമേനി ചെയ്യുന്നത് കൈ കൊണ്ടൊക്കെ കുറെ അംഗന്യാസങ്ങൾ കാണിക്കാൻ നമുക്കറിയാം. ഇത് ശരീരത്തിലെ പല സൂക്ഷ്മമായ ഊർജമുള്ള ശരീരാംഗങ്ങളെയും അല്ലെ ശരീരത്തെ മൊത്തം പല ഭാഗങ്ങളെയും തൊട്ടുണർത്തി, മന്ത്രാക്ഷരങ്ങൾ കൊണ്ട് തൊട്ടുണർത്തി ആ പൂജാരിയുടെ അല്ലെ സാധകന്റെ ശരീരം മന്ത്രമയവും ദേവമയവുമായി തീരുകയാണ്. അങ്ങനെയാണ് ദേവതയ്ക്ക് പൂജ സമർപ്പിക്കുന്നത്. പഞ്ചഭൂത തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ കാര്യങ്ങൾ ഏതൊക്കെയാണ്? പുഷ്പം, ഗന്ധം, ധൂപം, ദീപം, നൈവേദ്യം ഒക്കെ സമർപ്പിച്ച് പൂജിക്കുകയാണ്. അപ്പൊ ആ ദേവതയിൽ ഈ പഞ്ചഭൂതങ്ങളെല്ലാം സാധകൻ ഇങ്ങനെ അർപ്പിക്കുകയാണ്. ആ സാധകന്റെ അല്ലെ പൂജാരിയുടെ ശരീരം മന്ത്രമയവും ആ ദേവമയമായി തീരുന്നു അംഗന്യാസങ്ങളിലൂടെ. അങ്ങനെ പൂജ ചെയ്ത് ആ ദേവതയിൽ ആ ചൈതന്യം കൂടുതൽ ആ ചൈതന്യത്തിലേക്ക് അത് ലയിക്കുമ്പോൾ ആ ദേവതയുടെ മുന്നിൽ നമ്മൾ ആ കൃത്യമായ ഒരു അളവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകോവിലിന് നേരെ നിൽക്കരുത്, അല്പം മാറി നിന്ന് നമ്മൾ കൈ ഇങ്ങനെ കൂപ്പി തലയൊന്ന് കുമ്പിടുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഊർജവും കൂടെ ആക്റ്റീവായി ആ ദേവതയുടെ ഊർജവുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സൂക്ഷ്മ ശരീരം എന്ന് ഊർജ്ജ ശരീരം, ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്ഥൂല ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിലും അത് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ പുറമേ നമുക്ക് വസ്തു, ഭൂമി, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ മനസ്സിലാക്കി നിങ്ങളൊന്ന് ക്ഷേത്രദർശനം നടത്തി നോക്കി. അപ്പൊ നിങ്ങൾ ദേവതയുടെ മുന്നിൽ നിൽക്കുമ്പോൾ സർവ്വതും ദേവതയിൽ സമർപ്പിക്കുന്നു എന്ന് ചിന്തിച്ച് വേണം തല കുമ്പിട്ട് തൊഴാൻ, സറണ്ടർ ചെയ്യുക. അപ്പൊ ഇവിടെ അഹങ്കാരവും അഭിമാനവും ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ആ നിഷ്കളങ്കമായ മനസ്സും ശുദ്ധമായ മനസ്സും വരും. ഇപ്പോഴാണ് പ്രാർത്ഥനകൾ ബലം കാണുന്നത്. അപ്പൊ ഇത് ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തോന്നിയ കാര്യമാണ്. ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ആ ദേവതാനുഭവം ഉണ്ടാവും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.